കഥാസരിത് സാഗരം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയുന്നത് ഏകാഗ്രത വിജയത്തിലേക്ക് നയിക്കും എന്ന കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഏകാഗ്രത വിജയത്തിലേക്ക് നയിക്കും. ഇതൊരു മഹാഭാരത കഥയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരു ദ്രോണാചാര്യരായിരുന്നു. ദ്രോണാചാര്യർ അവർക്ക് ധനുർവിദ്യ അഥവാ അമ്പെയ്ത്ത് പകർന്നു നൽകി. ശിഷ്യന്മാർ ക്രമേണ നൈപുണ്യം നേടിക്കൊണ്ടിരുന്നു. ദ്രോണാചാര്യർ ചിന്തിച്ചു, ഞാൻ ഇവരെയെല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്, എന്നാൽ ഇവർ എത്രത്തോളം കഴിവ് ആർജിച്ചിട്ടുണ്ടെന്ന് എനിക്ക് കണ്ടെത്തണം. അതിനാൽ അവരുടെ കഴിവ് പരീക്ഷിക്കുന്നതിനായി അദ്ദേഹം കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയെ ഉണ്ടാക്കി മരത്തിന്റെ കൊമ്പിൽ കെട്ടിത്തൂക്കി. അദ്ദേഹം എല്ലാ ശിഷ്യന്മാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ മരത്തിൽ ഒരു പക്ഷിയെ കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ പക്ഷിയുടെ കണ്ണിലേക്ക് അമ്പ് എയ്യണം. പരീക്ഷയ്ക്കായി അദ്ദേഹം ആദ്യം യുധിഷ്ഠിരനെ വിളിച്ചു. കൗരവരിലും പാണ്ഡവരിലും വെച്ച് ഏറ്റവും മുതിർന്നയാളായിരുന്നു അദ്ദേഹം. ദ്രോണാചാര്യർ പറഞ്ഞു, യുധിഷ്ഠിരാ, വില്ലിൽ അമ്പ് തൊടുക്കുക, പക്ഷിയെ ശ്രദ്ധിച്ച് ഉന്നം പിടിക്കുക. ദ്രോണാചാര്യരുടെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ വില്ലിൽ അമ്പ് തൊടുത്തു. എന്നാൽ യുധിഷ്ഠിരൻ അമ്പ് തൊടുത്ത ഉടനെ ഗുരു ദ്രോണാചാര്യർ ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, ഗുരുദേവാ, എനിക്ക് മരത്തെയും പക്ഷിയെയും അങ്ങയെയും എന്റെ എല്ലാ സഹോദരങ്ങളെയും കാണാം. ദ്രോണാചാര്യർ അവനോട് അമ്പും വില്ലും താഴ്ത്തിപ്പിടിച്ച് സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞു. അതിനുശേഷം ദുര്യോധനന്റെ ഊഴമായിരുന്നു. ദ്രോണാചാര്യർ അവനോട് അമ്പ് തൊടുക്കാനും പക്ഷിയെ ശ്രദ്ധിക്കാനും പറഞ്ഞു. ദുര്യോധനൻ അമ്പ് തൊടുത്ത ഉടനെ ദ്രോണാചാര്യർ അതേ ചോദ്യം ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? ദുര്യോധനൻ മറുപടി നൽകി, എനിക്ക് മരത്തെയും അങ്ങയെയും പക്ഷിയെയും എന്റെ എല്ലാ സഹോദരങ്ങളെയും കാണാം. ദ്രോണാചാര്യർ അവനോടും മടങ്ങിപ്പോകാൻ പറഞ്ഞു. ദ്രോണാചാര്യർ ശിഷ്യന്മാരെ ഓരോരുത്തരെയായി വിളിക്കുകയും യുധിഷ്ഠിരനോടും ദുര്യോധനനോടും ചോദിച്ച അതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരും ഒരേ മറുപടിയാണ് നൽകിയത്. ആരും ഗുരുദേവൻ പ്രതീക്ഷിച്ച ഉത്തരം നൽകിയില്ല. പക്ഷിയെ അമ്പ് എയ്യുവാൻ ദ്രോണാചാര്യർ ആരെയും അനുവദിച്ചില്ല. ഒടുവിൽ അദ്ദേഹം അർജുനനെ വിളിച്ചു. അർജുനനോടും അദ്ദേഹം അക്കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അർജുനൻ വില്ലിൽ അമ്പ് തൊടുത്ത് പക്ഷിയെ ശ്രദ്ധിച്ചു. ദ്രോണാചാര്യർ അർജുനനോട് ചോദിച്ചു, അർജുന, പറയൂ, നീ എന്താണ് കാണുന്നത്? അർജുനൻ മറുപടി പറഞ്ഞു, ഗുരുദേവാ, എനിക്ക് പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അർജുനന്റെ മറുപടി കേട്ട് മറ്റു ശിഷ്യന്മാരെല്ലാം ചിരിച്ചു. എന്നാൽ കുട്ടികളെ, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അർജുനന്റെ മറുപടിയിൽ ദ്രോണാചാര്യർ മനസ്സിനുള്ളിൽ വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹം ഒന്ന് നിർത്തിയിട്ട് ചോദ്യം ആവർത്തിച്ചു, അർജുന, ശരി, ഇപ്പോൾ ഒന്നുകൂടി നന്നായി നോക്കൂ. നീ എന്താണ് കാണുന്നത്? അർജുനൻ പറഞ്ഞു, ഗുരുദേവാ, എനിക്ക് പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, മറ്റൊന്നും കാണുന്നില്ല. ഈ മറുപടിയിൽ സംതൃപ്തനായ ദ്രോണാചാര്യർ പറഞ്ഞു, കുട്ടി, അമ്പ് എയ്യുക. അർജുനൻ തന്റെ അമ്പ് കൊണ്ട് പക്ഷിയുടെ കണ്ണ് പിളർന്നു. ദ്രോണാചാര്യർ അർജുനന്റെ തോളിൽ തട്ടി അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, അർജുന, നീ പരീക്ഷയിൽ വിജയിച്ചു. നീ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയായി മാറും. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? അർജുനനെപ്പോലെ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് നമ്മൾ പഠിച്ചു. അതിനാൽ നമ്മളും നമ്മുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുന്നതിനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൂടി കൊടുക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.